വീഡിയോയിലെല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് HUAWEI EG8141 A5 എന്ന ONTയിൽ എങ്ങനെയാണ് IP6 ഇനേബിൾ ചെയ്യുക. വാൻ സൈഡ് ആൻഡ് ലാൻഡ് സൈഡ് ബോത്ത് സൈഡാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് തന്നെ ലാൻ കേബിൾ കണക്ട് ചെയ്ത് മോഡത്തിൽ ലോഗിൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ മോഡൽ ലോഗിൻ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അഡ്വാൻസ് എടുക്കുക. അഡ്വാൻസിൽ വാൻ എടുക്കുക. അതിൽ ന്യൂ ക്രിയേറ്റ് ചെയ്യുക. PPP സെലക്ട് ചെയ്യുക. IP വേർഷൻ V4 and V6 സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ VLAN എത്രയാണെന്ന് വെച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം MT വാല്യൂ സെറ്റ് ചെയ്യുക. ശേഷം നമ്മളുടെ ISP സൈഡ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഞാനിവിടെ ISP ചൂസ് ചെയ്തിരിക്കുന്നത് അലയൻസ് ബ്രോഡ്ബാൻഡിൻ്റെ ISP ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ശേഷം പോർട്ട് ഫൈൻഡ് ചെയ്യുക. നമ്മൾ അപ്ലൈ കൊടുക്കുക. ഇവിടെ പ്രൊഫിക്സ് അക്കുലേഷൻ മോഡ് DHCP PD ആണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ഇനി വാൻ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ വാൻ സൈഡ് നമ്മളുടെ IPv6 കണക്റ്റഡായിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിത് ലാൻഡ് സൈഡിലും എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ അതിന് ലാൻ എടുക്കുക. DHCP സെർവർ 6 എടുത്ത് ഇതിൽ വാൻ മെത്തേഡ് ഓഫ് ഒബ്റ്റൈനിങ് പ്രിഫറൻസിൽ നമ്മൾ വാൻ സൈഡ് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ MT യൂണിയൻ 1480 ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ അടിക്കുക. അതിൽ DNS ഏജൻറ്റിനുള്ളവർക്ക് മാറ്റി അവിടെയും വാൻ പോർട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ പ്രിഫറൻസ് വാൻ ഏതാ വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ എനേബിൾ DHCP സെർവർ അൺടിക്ക് ചെയ്യണം. അതിനുശേഷം റിസോഴ്സ് അലൊക്കേഷൻ മോഡ് വന്ന് ഓട്ടോമാറ്റിക് ആക്കണം. ULA മോഡും ഓട്ടോമാറ്റിക്. സോ ഇത്രയും ചെയ്തതോടുകൂടി നമ്മളുടെ രണ്ട് സൈഡിലുള്ള DHCP അലൊക്കേഷൻ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ബോത്ത് സൈഡ് IP6 ഇനേബിൾ ആയിരിക്കും. സോ നമുക്ക് ആദ്യം വാൻ സൈഡും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ IP6 ഇനേബിൾ ആയിട്ടുണ്ട്. അതാണ് നമ്മൾ IP6. ഓക്കെ, നമുക്ക് ഇനി വാൻ സൈഡും ലാൻഡ് സൈഡും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ IP6. സൈഡിൽ IP6 ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് വാൻ സൈഡ് IP ആണ്. അപ്പോൾ ബോത്ത് സൈഡ് നമ്മളുടെ IPv6 കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വാൻ സൈഡിൽ IP6 ഇനേബിൾ ആണെന്നെങ്കിൽ നിങ്ങൾ ISP സൈഡും കൂടെ IP6 സപ്പോർട്ട് ചെയ്യുമായിരിക്കണം. ഞാനിവിടെ അലയൻസ് ബ്രോഡ്ബാൻഡിൻ്റെ ഇൻ്റർനെറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ IP6 ഇനേബിൾഡ് ആണ്. ഓക്കെ, മീൻസ് നിങ്ങൾക്ക് IP6 ഇനേബിൾഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ കോൺടാക്ട് ചെയ്താൽ അവരത് ഇനേബിൾ ചെയ്തത് എന്നാണ്. അലയൻസ് ബ്രോഡ്ബാൻഡ് ഓൾറെഡി ഇപ്പോൾ IP6 ഇനേബിൾഡ് ആണ്.
ഇൻ കേസ് IPv6 കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ ഓപ്പറേറ്ററോ വയർലെസ് ബ്രോഡ്ബാൻഡ് നേരിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് എനേബിൾ ചെയ്തു തരുന്നതാണ് അവർ. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.